ഓക്കെ. താങ്ക് യു. താങ്ക് യു മനോജ് സാർ. താങ്ക് യു സോ മച്ച്. ഏതായാലും ഇന്നത്തെ ദിവസം ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇന്ന് നമ്മുടെ വെൽക്കം പറഞ്ഞ കബീർ സാറിന്റെ കുറച്ച് വാക്കുകളാണ് എൻ്റെ ഹൃദയത്തിലെ ഇന്ന് ഒരുപാട് ഉത്തേജിപ്പിക്കുന്നത്. ആ ഒരു ഉത്തേജനം തന്നെയാണ് ഇന്ന് വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെയുള്ള അല്ലെ നാഗേഷേട്ട എൻ്റെ എനർജി എന്നാണ് ഞാൻ പറയുന്നത്. എടുത്ത് പറയത്തക്ക ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ 899 ദിവസമായി നമ്മൾ ഒന്നിച്ചുള്ള യാത്ര അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 899. ഏകദേശം നമ്മളൊരു പ്ലസ് ടുനൊക്കെ ചേരുകയാണെങ്കിൽ എന്നോ ഇയർ ഔട്ട് ആയി കഴിഞ്ഞു. ഡിഗ്രിക്ക് ചേരുകയാണെങ്കിൽ ഫൈനൽ ഇയർ ആയി. ഏകദേശം ഫൈനൽ ഇയറിൽ ഏകദേശം ആയി കിടന്നു. അപ്പൊ ആ ഒരു ഘട്ടങ്ങളിലെ ആ സൗഹൃദം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കബീർ സാറെ പോലെയുള്ളവരൊക്കെ ഒരു സൗഹൃദം നേടാൻ സാധിച്ചത് എന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇന്ന് അല്ലെ നമ്മൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കൈമാറി ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ദിവസം തുടങ്ങുമ്പോൾ ആ ഒരു ആരംഭത്തിൽ കേൾക്കുന്ന കാഴ്ചകൾ. ഇപ്പൊ ഞാൻ രമ്യ മേഡത്തെ കണ്ടു ക്യാമറ ഓൺ ആക്കിയപ്പോൾ. അപ്പൊ ആ ഒരു കാഴ്ചകൾ, അതോടൊപ്പം തന്നെ കേൾക്കുന്ന ഒച്ചകൾ, ശബ്ദങ്ങൾ, അതൊക്കെ അന്നത്തെ മനസ്സിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നതാണ്. ഇന്നത്തെ എൻ്റെ ആക്ച്വലി പ്രോഗ്രാം എന്നുള്ളത് ഇന്നിപ്പോൾ ഈ സെഷൻ കഴിയുന്നു. ഏകദേശം ഒരു 8 മണിക്ക് നമ്മൾ റിലീവ് ചെയ്യുന്നു. അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് നേരെ ഓഫീസിൽ പോകുന്നു. അവിടുന്ന് ഒരു ഒരു 3 മണിക്ക് ഞാൻ വീണ്ടും ഇറങ്ങുന്നു. അതിനുശേഷം ഇന്ന് ഇവിടെ തിരൂരിനടുത്ത് ആലത്തിയൂരിൽ സെൻഡ് ഓഫ് ഉണ്ട്. അപ്പോൾ ആ സെൻഡ് ഓഫ് പ്രോഗ്രാം ഇന്ന് എന്ത് ചെയ്യാം, ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. അത് കുറച്ച് കാര്യങ്ങളൊന്ന് ആങ്കർ ചെയ്യണം. അങ്ങനെ സെറ്റാക്കി വൈകുന്നേരം തിരിച്ചു പോരണം. അപ്പൊ ഇതിലൊക്കെ എടുക്കുന്ന എനർജി എന്നുള്ളത് നമ്മൾ രാവിലെ കിട്ടുന്ന ആ ഒരു വാക്കുകളാണ്. വൺസ് അഗൈൻ കബീർ സാർ, താങ്ക് യു സോ മച്ച്. കഴിയുന്ന എല്ലാവരും ക്യാമറ ഓൺ ആക്കി ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് എത്ര പോലെ ആളുകളുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ സെഷൻ എന്നുള്ളത് പാർട്ട് 5 ആണ്. ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു വർക്ക്ഷോപ്പാണ്. ഇതൊരു കേട്ടിരിക്കേണ്ട സെഷൻ അല്ല. അപ്പൊ കഴിയുന്ന എല്ലാവരും ക്യാമറ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. മീൻസ് സന്തോഷത്തിനപ്പുറം ബേബി സാർ, താങ്ക് യു സോ മച്ച്. സന്തോഷത്തിനപ്പുറം ഒരു ഇന്ററാക്ട് ചെയ്യാൻ പറ്റും നമുക്ക് അല്ലേ. രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് കുട്ടപ്പന്മാരായിട്ടേ ഇരിക്കുകയാണ്. വിൻസെന്റ് സാറൊക്കെ എൻ്റെ പേര് വിളിച്ചാലേ ഞാൻ ക്യാമറ തുറക്കൂ എന്നുള്ള വാശിയില്ല. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പരമേശ്വരൻ സാർ, ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, ഓക്കെ, റൈറ്റ്. ഓക്കെ, കഴിയുകയാണെങ്കിൽ എല്ലാവരും നല്ല തിരക്കിലാവുന്ന അറിയാം കേട്ടോ. കഴിയുന്നതാണെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നോ സാറേ, പ്രോബ്ലം. എനിക്കൊരു വിസിറ്റർ, നമ്മുടെ നൈബർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്പസമയം ഞാൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ നേരത്തെ ഓഫാക്കിയത്. സോറി സാർ. ഞാൻ ഓ വന്നിട്ട് ഞാൻ ആരോ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ വന്ന് ഓൺ ചെയ്തോളാം, പ്ലീസ്. ഓ നോ പ്രോബ്ലം ബേബി ഓക്കെ, സാർ. താങ്ക് യു നോ താങ്ക് യു പ്രോബ്ലം. താങ്ക് യു. ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു ബേബി സാർ. അതേയുള്ള കാര്യം പറഞ്ഞു അല്ലേ, വിസിറ്റർ വന്നിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, മറ്റുള്ളവർ എന്താ ചെയ്യുക, ക്യാമറ ഉടനെ ഷട്ടർ അടിച്ച് ഒറ്റ ഓട്ടാം. ഓക്കെ, റൈറ്റ്. നമ്മള് ഇതില് കഴിഞ്ഞ 5 സെഷനും 4 സെഷനും അറ്റൻഡ് ചെയ്തവരുണ്ടോ? ഉണ്ടവരൊന്ന് ചാറ്റ് ബോക്സ് ഒന്ന് കമന്റ് ചെയ്തേ. കഴിഞ്ഞ 4 സെഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ യെസ് 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 യെസ്. നജില മാം, ഓക്കെ ഓക്കെ, റൈറ്റ്. അറ്റൻഡ് ചെയ്യാത്തൊരു തെറ്റല്ല കേട്ടോ. അതൊരു കുഴപ്പമില്ല. ഞാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇപ്പൊ ആളുകൾ എണ്ണം നോക്കുന്നുണ്ട്, ഞാൻ കമന്റ് ചെയ്ത ആളുകൾ എണ്ണം നോക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ സെഷനിലൂടെ ഒന്ന് ഓടിച്ചു പോകണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം പുതുതായിട്ട് ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു കിട്ടുന്ന ഒരു സ്ലൈഡ് ഒന്നും കൂടി ഷെയർ ചെയ്യാന്ന് കരുതിയിട്ടാണ്. ഓക്കെ, ജസ്റ്റ് കുഴപ്പമില്ല, ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. അടുത്ത 6ാമത്തെ സെഷൻ ഞാൻ ചോദിക്കും. 5ാമത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത വല്ലവരുണ്ടോ? അപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന 56 ആളും യെസ് എന്ന് പറയണം കേട്ടോ. ഓക്കെ, ആർ യു ഹാപ്പി? എല്ലാവരും ഹാപ്പിയാണോ? ഷൈനി മാം 3 സെഷൻ ഓൺലി. ഷൈനി മാം അത് തെറ്റല്ല, അതൊന്നും കുഴപ്പമില്ല. ജസ്റ്റ് ഞാൻ കഴിഞ്ഞ സ്ലൈഡ് വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്യിക്കാന്ന് മാത്രം വേണ്ടി ചോദിച്ചാണ്. യെസ് യെസ് യെസ്, പ്രിൻസ് ഓക്കെ. സാറെ, ദൃശ്യം 3 കണ്ടായിരുന്നോ? ദൃശ്യം 3 കണ്ടു. അപ്പൊ 1ന്റെയും 2ന്റെയും എപ്പിസോഡ് ചാലിച്ച് കാണിച്ചില്ലേ? കാണിച്ചു. അതുപോലെ ഒന്ന് കാണിച്ചാൽ മതി. തീർച്ചയായിട്ടും അബി സാറേ, ഓക്കെ. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ, ഒരുപാട് കമന്റ് വന്നു. ആരും ഹാപ്പി? എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പി ഉള്ളവർക്കൊക്കെ ഹാപ്പി എന്ന് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ എച്ച് നെയും ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഹാപ്പിയാണ് സർ. ഹാപ്പിയാണ്. ലിജിമോൾ മാം, ഓ വെൽക്കം ലിജിമ. ഇതിനപ്പുറം ഇനി എന്ത് ഹാപ്പിയാണ് വേണ്ടത്? ഓക്കെ, ഹാപ്പി ഹാപ്പി ഹാപ്പി. ഞാൻ എണ്ണുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മളൊരു ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 60 ആള് ഇപ്പൊ ഉണ്ടേ. ഹാപ്പി ഹാപ്പി. മറ്റുള്ളവരൊക്കെ ടൈപ്പ് ചെയ്യാൻ ഞങ്ങൾ ചെയ്യൂല എന്നുള്ളതാണ്.
എച്ച് ഹാപ്പി ഹാപ്പി ഹാപ്പി. ഈ ഹാപ്പി ചോദിക്കുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്ന്, സ്ലൈഡ് ഷെയർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ട്, ഇതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. മറ്റൊന്ന്, നമുക്ക് ആ ഒരു ടൈം ലാഗ് അടിക്കാതെ അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. അപ്പൊ അതിനു വേണ്ടിയാണ് ചോദിച്ചത്. ഓക്കെ, ഒരുപാട് പേര് എല്ലാവരും ഹാപ്പിയാണല്ലേ? 60 ആളുകളിൽ ഓൾമോസ്റ്റ് ഒരുവിധം ആളുകളെല്ലാം ഹാപ്പിയാണ്. ഫ്രം ബിഗിനിങ് കൊടുക്കാം. ഓക്കെ, കഴിഞ്ഞ സെഷനിലൂടെ ഒന്ന് വായിച്ചു പോവാം, നമുക്ക് ഓടിച്ചു പോലെ. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ നമ്മൾ തുടക്കത്തിൽ വന്ന സെഷന്റെ സ്ലൈഡ് ആയിരുന്നു ഇതേ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ എല്ലാവരും മുന്നിൽ ഓൾറെഡി സ്ലൈഡ് ഷെയറിങ് വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ ഇവിടെ കാണാനുള്ള ഒരു സംഗതി കൂടി ഞാൻ അതിനെ കൂടെ സെറ്റാക്കി വെക്കുക. അപ്പൊ രണ്ടും നടക്കും. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടതായിരുന്നു നമ്മുടെ ഭയത്തെ എങ്ങനെ ഇല്ലാതാക്കാന്ന് പറഞ്ഞു. ഫേസ് യുവർ ഫിയർ. മുജീബ് സാർ സ്ലൈഡ് ഇട്ടു. കോൺഫിഡൻസ് ഉള്ളവരുടെ പ്രധാനമായിട്ടുള്ള 3 ലക്ഷണങ്ങൾ. ഒന്നെന്തായിരിക്കും? ഏറ്റവും ഫ്രണ്ട് സീറ്റിലായിരിക്കുന്നത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഐ കോണ്ടാക്ട് മീൻസ് മുഖത്ത് നോക്കി സംസാരിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചു പോയതാണ്. പോസ്റ്റ് വാക്കിംഗ് ആയിരിക്കും. എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഭയങ്കര സ്പീഡായിരിക്കും അവർക്ക്. പിന്നെ ബിൽഗേറ്റിന്റെ ഒരു തോട്ട് പറഞ്ഞിരുന്നു, സൂര്യയുടെ ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു ആഗ്രഹം വർക്കൗട്ട് ചെയ്തു. പിന്നെന്ത് ചെയ്തു? നമ്മളെ സംസാരത്തിൽ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തേണ്ട 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇതുണ്ടെങ്കിലാണ് ഓഡിയൻസ് കേട്ടിരിക്കത്തുള്ളൂ, അതല്ലെങ്കിൽ ഓഡിയൻസ് എന്തായിരിക്കും? അവരവരെ വഴിക്ക് പോകും. ഫസ്റ്റ് എന്തായിരുന്നു? ഇൻഫോം, ഇൻഫ്ലുവൻസ്, ഇൻസ്പയർ. ഓക്കെ, ആളുകളെ, വെരി ഗുഡ്, എക്സലന്റ്. ഇൻഫോർമേഷൻ, അറിവ് കൊടുക്കണം. അറിവ് കൊടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ നമ്മളിലേക്ക് അടുക്കും, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ എന്തായിരിക്കും? അവർ ഇൻസ്പയർ ആയിരിക്കും. ഈ 3 കാര്യങ്ങൾ നമ്മൾ ട്രെയിനർ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കർ കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ, ഞാനിപ്പോൾ ട്രെയിനറും ഒരു പബ്ലിക് സ്പീക്കിന്റെ മോഡലാണ് സംസാരിക്കുന്നെങ്കിലും ഇതിലുള്ള ഓഡിയൻസ് 64ഓളം ഓഡിയൻസ് കണക്കാക്കേണ്ട എന്താ? അവരുടെ പ്രൊഫഷനെ കണക്കാക്കുക. ഇപ്പോ ഈ ഫ്ലോറിലുള്ള ജിഷ മേഡം എന്ത് ചെയ്യുന്നു? ജിഷ മേഡത്തെ സംബന്ധിച്ച് ജിഷ മേഡം എന്ത് ചെയ്യുന്നത്? ഈ ഫ്ലോറിൽ വന്ന് എനിക്ക് എൻ്റെ പ്രൊഫഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പൊ കുട്ടികൾ ഞാൻ എങ്ങനെ എൻ്റെ അടുത്തോട്ട് എത്തണം? ഉദാഹരണം, നമ്മുടെ ഇന്ന് വെൽക്കം സ്പീച്ച് പറഞ്ഞ കബീർ സാർ എന്താണ്? അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ബിസിനസ്സുമായി കണക്ട് ചെയ്യും. അങ്ങനെ അവരവരുടെ പ്രൊഫഷൻ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പറയുന്നത് ഈ ഒരു മോഡൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സംസാരിക്കാൻ ആളുകൾ എന്ത് വിചാരിക്കും? മറ്റുള്ള എന്ത് തയ്യാറെടുപ്പില്ല, അതായത് ഒരു മുൻകൂട്ടിയുള്ള പ്രിപ്പറേഷന്റെ ഒരു കുറവുണ്ട് നമുക്ക് തോന്നൽ വരാം. പിന്നെ ആദ്യമായിട്ട് പബ്ലിക് ഫ്ലോ അത് നമുക്കിപ്പോൾ വേണ്ട, പ്രാവശ്യം ഓടിച്ചു പോയതാണ്, അതുകൊണ്ട് സ്കിപ്പ്. ഷാദിലിന്റെ മനോഹരമായിട്ടുള്ള ആ ഒരു 177ാമത്തെ ദിവസത്തിൽ 1000-ൽ പരം കിലോമീറ്റർ അദ്ദേഹം ഓടിക്കഴിഞ്ഞു. ഇത് നമ്മൾ കണ്ടതാണ്. യെസ്, ഇതുവരെ നമ്മൾ നിർത്തിയത്. അതായത് ലോകത്തെ ഏറ്റവും വലിയ ഭയം എന്താണെന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും എന്ത് ഭയമുണ്ടെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്നുള്ളത് എന്താണ് ഏറ്റവും വലിയ ഭയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവേ കാണിക്കുന്ന എന്താണ്? മരണഭയം എന്നുള്ളത് വളരെ പുറകോട്ടാണ്. അതിനുപരി നമുക്കുള്ളത് സ്റ്റേജ് ഫിയർ ആണ് ഏറ്റവും വലിയ ഭയം എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. സ്റ്റേജ് ഫിയർ, ദാറ്റ് ഈസ് ദി നമ്പർ 1 ഫോബിയ എന്നാണ് പറയപ്പെടുന്നത്. മരണഭയം എന്നുള്ളത് അത്ര വലിയ ഒരു സീനൊന്നുമല്ല. ഞാൻ എൻ്റെ സ്ലൈഡിൽ നിന്ന് ഒരു കഷ്ണം അടന്നുപോയി, ഞാൻ നിങ്ങളെയും കൂടി എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ ഒരു സ്ലൈഡായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പൊതുവെ പറയുന്നത് ഒരു പേര് കൂടെ നമ്മൾ പറയുന്നുണ്ട്. ആ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തരം ആളുകൾക്ക് മരണഭയം, അതായത് മരണഭയം വളരെ പുറകോട്ടാണ്. 7ാം സ്ഥാനത്തുള്ളൂ മരണഭയം, അല്ലെ? നമ്മൾ പലതും കേൾക്കും. ഇന്നിപ്പോ ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് ഒരുപാട് പേര് എന്ത് ചെയ്തു? ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു, അല്ലെ? ഒരുപാട് പേര് ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ എന്നാലും ആളുകൾ ബൈക്ക് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ? അല്ലെ? ലൈക്ക് മാം, ബൈക്ക് ഉപയോഗിക്കാതിരിക്കുന്നില്ല. അതൊന്നും ആളുകൾക്ക് പ്രശ്നമുള്ള കാര്യമാണ്. അതായത് ഇതിന്റെ പെറ്റ് നെയിമാണ് ടോപ്പോഫോബിയ, ഓർ എന്താണ്? സ്റ്റേജ് ഫിയർ. അതായത് സ്റ്റേജിലേക്ക് കയറുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഭയത്തെ പറയപ്പെടുന്ന പേരാണ് ടോപ്പോഫോബിയ. ദാറ്റ് ഈസ് സ്റ്റേജ് ഫിയർ.
ഈ ഒരു ഭയത്തെ നമ്മൾ മറികടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്റ്റേജ് ഷുവർ മാറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിരിക്കും, അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ഭയങ്കരമായിട്ട് അവരുടെ കോൺഫിഡൻസ് ഹൈ ലെവലായിരിക്കും. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങളെല്ലാം ഹാപ്പി ആണോ എന്നുള്ളത്. എല്ലാവരും ഹാപ്പി ആണോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഇന്നത്തെ കബീർ സാറ് ചോദിച്ചല്ലോ, നമുക്ക് ദൃശ്യം 3യുടെ മുന്നേ 1ഉം 2ഉം ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്തു. അതേപോലെ നമ്മൾ റിവ്യൂ ചെയ്താണ്. അതോടൊപ്പം തന്നെ ആളുകൾക്ക് എപ്പോഴും താല്പര്യം ഹാപ്പി ആയിട്ടിരിക്കാനാണ് അല്ലെ. രാവിലെ തന്നെ നമ്മൾ ഇന്നത്തെ 899ാമത്തെ സെഷനിൽ വന്ന് എല്ലാവരും ആകെ ബോറടിച്ചിരിക്കുകയാണെങ്കിലോ അതൊരു ബോറായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇപ്പോ കബീർ സാർ സൂചിപ്പിച്ച പോലെ ഈ ദൃശ്യം അതുണ്ടാകുമ്പോൾ വല്ലാതെ അറിയില്ല. ഇതിന് വേറൊരു സിംറ്റം പറയട്ടെ, വാഷിംഗ് മെഷീൻ സിൻഡ്രോം. അതായത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും നമ്മളൊരു ഇതൊക്കെ ഒരു ഭാഗമാണ്, ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. ഇതിലത്തെ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അടുത്ത സെഷനിൽ മാറ്റും. ഇന്നിപ്പോ പറയുന്ന ലക്ഷണങ്ങൾ മാത്രമാണ്. മൂന്നാമത്തെ എന്താണ്, ശബ്ദം മൊത്തം പോകും. നജിലമേ, ഞാൻ ഇന്ന് സ്റ്റേജിൽ കയറി പൊളിക്കും. കുറെ കണ്ടന്റ് ഒക്കെ ഉണ്ടാവും നമ്മൾ പോയിട്ടുണ്ടാവുക. സ്റ്റേജിൽ കയറി ആളുകളുടെ ലൈറ്റും ആളുകളൊക്കെ മൊത്തം നോക്കുമ്പോൾ ഒരു 100 ആളുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ചങ്ങാതിമാരൊക്കെ എന്തിനാ എന്റെ മുഖത്തോട്ട് നോക്കുന്നത്. 100 ആളുകളും 200 ഉണ്ട കണ്ണുകളും. ലേഖ്യമാ 200 ഉണ്ട കണ്ണുകൾ എന്നിലേക്ക് തിരിച്ചു പോയി നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ പറയാൻ വെച്ച കാര്യങ്ങളാവില്ല എന്ത് പറയുന്നത് മുന്നോട്ട് വരുന്നത്. എന്റെ തൊണ്ട ഇടറും, ശബ്ദം കിട്ടില്ല അല്ലെ. പലപ്പോഴും ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഒരു പുതുതായിട്ട് സ്റ്റേജിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ആരെങ്കിലുമൊക്കെ, നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്, പക്ഷെ ഇരുന്ന് അവരൊന്ന് ഒബ്സർവ് ചെയ്തോളാം. അപ്പൊ അവർക്ക് ഈ കാണുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ആ സിംറ്റംസ് സ്വാഭാവികമായിട്ടുണ്ടാവും. ഈ സിംറ്റംസിനെ നമ്മൾ എങ്ങനെ മറികടക്കുക എന്നുള്ളത് വരും സെഷനിൽ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പറയുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ്, സിംറ്റംസ്. ഈ സിംറ്റംസ് ഉണ്ടാവുള്ള ഇനി അടുത്ത സെഷനിൽ കാരണങ്ങൾ പറയും. ഇത്രയും സിംറ്റംസ് വെറുതെ പറഞ്ഞാൽ പോലല്ലോ, കാരണങ്ങൾ പറയും. അതെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് നമ്മൾ അതിനടുത്ത് ഒരു സീരിയസ് ആയിട്ട് പോകുന്നത് വല്ല പറയും. പക്ഷെ തീർന്നില്ല, നാലാമത് വീണ്ടും വരുന്നുണ്ട് നജിലമ്മ. വയറിൽ കംപ്ലീറ്റ് ഒരു പൂമ്പാറ്റകളൊക്കെ തന്നെ പറന്ന് ആ സമയത്ത് നമ്മളെ ഇപ്പൊ ആശംസയ്ക്ക് നമ്മൾ പേര് കൊടുത്തു. 5ാമതായിട്ടാണ് എൻ്റെ പേര് വിളിക്കാൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ 4ാമത് എത്തിക്കഴിഞ്ഞാൽ രമ്യമ്മേ വയർ ഭയങ്കര പ്രശ്നമായിരിക്കും. തൊട്ടടുത്ത് ബിന്ദുമേം 1ഉം 2ഉം ഒക്കെ ആ സമയത്ത് തന്നെ സംഭവിക്കും. എത്ര ഇല്ലെങ്കിൽ രാവിലെ ശ്രീജാമേം കുളി കഴിഞ്ഞ് തലയിലൊക്കെ തോർത്ത് കെട്ടി രാവിലത്തെ എല്ലാ 1ഉം 2ഉം എല്ലാ പ്രഭാത കർത്തവ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ സമയത്ത് പേര് വിളിക്കുമ്പോൾ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ സമാധാനമാവുള്ളൂ. അതായത് വയറിൽ എന്തെങ്കിലും കുറെ പൂമ്പാറ്റകൾ പറക്കുന്നതാണ് നമ്മൾ കാവ്യാത്മകമായിട്ട് പറയാം. പക്ഷെ ഞങ്ങളെ മലബാറിലൊക്കെ രമ്യമേ വയർ തിളക്കുക എന്നൊക്കെ പറയും. നമുക്കത് സ്ലൈഡിൽ ഉൾപ്പെടുത്താൻ വയ്യല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തുടങ്ങുമെന്നാണ് പറഞ്ഞത്. തീർന്നിട്ടില്ല, കണ്ണുകൾ കംപ്ലീറ്റ് ഇരുട്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഈ ഫ്ലോറിൽ കയറുമ്പോ എന്ത് ചെയ്യും, ആദ്യം മനോജ് സാർ വന്ന് മീറ്റിംഗ് കോൾ വിളിച്ചു. 2ാമത് എന്ത് കബീർ സാർ വെൽക്കം പറഞ്ഞു. 3ാമത് തിരിച്ച് ഫ്ലോർ എനിക്ക് തന്നു. ഇതൊക്കെ കഴിഞ്ഞ് സെറ്റായിരിക്കുമ്പോഴാണ് ഉസ്മാൻജി വന്നിട്ട് എന്ത് ചെയ്തു, റെക്കോർഡിംഗ് സ്റ്റാർട്ട്. അതും കൂടി കേട്ടിയപ്പോൾ എന്തായി, കംപ്ലീറ്റ് എന്റെ കിളി പോയി. കാരണം ഇപ്പോൾ എന്റെ മുന്നിലുള്ള 60ൽ പരം ആളുകൾക്ക് അപ്പുറം ഇത് നമ്മൾ യൂട്യൂബിൽ കയറുമ്പോൾ മൊത്തം ആളുകൾ കാണും. സ്വാഭാവികമായിട്ടും എന്താ, എന്റെ മുന്നിലിരിക്കുന്ന എനിക്ക് ഓഡിയൻസ് ഒന്നും കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് ആകെ ബ്ലറിങ് ആയിരിക്കും. ഇതാണ് നമ്മുടെ പെയിൻ പ്രശ്നം. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കണ്ടന്റ് പഠിച്ചു വന്നോ, എന്താണ് നമ്മൾ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇതൊന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടില്ല. ആകെ ഒരു ഇരുട്ടായിരിക്കും, കണ്ണുകളിലൊക്കെ ഇരുട്ട് കയറും. നമ്മൾ പറഞ്ഞാക്കാം ഫ്രണ്ടിൽ ഓഡിയൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു 100 ആളുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക എന്റെ മുന്നിൽ ഒരാളും ഇല്ല. കാരണം എന്താ, നമ്മുടെ മൊത്തം കിളി പോയിരിക്കുകയാണ്. തീർന്നിട്ടില്ല, കണ്ണ് മാത്രമല്ല ശരീരം ലക്ഷണങ്ങൾ കാണിക്കും. എന്തായിരിക്കും, നന്നായിട്ട് വിയർക്കും, ശരീരം വിയർക്കും, സെറ്റിങ് ശരീരം നമ്മള് ഭയങ്കര AC ക്യാബിലാവും ഇരിക്കുന്നുണ്ടാവേ. അതോടൊപ്പം തന്നെ നമ്മള് മുഖത്തോട് ഒരു കൂളറൊക്കെ അടിച്ചിട്ടുണ്ടാവും. എത്ര കൂളർ അടിച്ചിട്ടും കാര്യമില്ല, വെറുതെ കാണാം ഒരു കർച്ചീഫ് കാണിച്ചാലും അങ്ങനെ അങ്ങനെ തുടയ്ക്കുന്നതാണ്, തുടയ്ക്കുന്നു. ആ സമയത്ത് ഷർട്ടൊക്കെ അങ്ങനെ ആകെ വേർത്ത് ആകെ ദേഹത്ത് ശരീരത്തോട് ഒട്ടിയിരിക്കണ്ടായിരിക്കും കേട്ടോ. തീർന്നിട്ടില്ല, രാജേഷ് സാറേ, തൊണ്ട ഡ്രൈ ആയി പോയിട്ടുണ്ടാവും. ആ അവസരത്തില് ഇപ്പൊ എന്റെ മുന്നിൽ ഇപ്പൊ ഒരു കുഞ്ഞു കപ്പ് വെള്ളമുണ്ട്. ഈ കപ്പൊന്നും നജില പോരാ. ഒരു വലിയ ചെരുവത്തിലാണ് വെള്ളം കിട്ടുന്നത്, മൊത്തം കുടിച്ചാലും നമ്മുടെ ദാഹം മാറില്ല. ശരീരം തീർച്ചയായിട്ടും കാണിക്കുന്ന ഒരുപാട് സിംറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ
നമുക്ക് ചുറ്റുമുള്ള ഒരു കാര്യമോ നമ്മളെ പിള്ളേർക്കോ അല്ലെങ്കിൽ നൈബേഴ്സിനോ മീൻസ് നമ്മളെ സറൗണ്ടിങ്ങിലൊക്കെ പറയുമല്ലോ, എനിക്ക് സ്റ്റേജിൽ കയറാൻ ഭയങ്കര ഭയമാണ്. ഈ ഭയം ഉണ്ടാവുന്ന തൊട്ട് മുന്നേ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഈ കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? ഇതിന്റെ മനോഹരമായ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നേ, ഒന്നല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ട് കൊടുത്തിട്ടോ മറ്റേ ഇതിലും ഒരു മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ശരീരം കാണിക്കുന്ന ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ശരീരം സ്വാഭാവികമായിട്ടും കാണിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇനി ഓവർകം ചെയ്യാൻ പോകണം. ഇത് ഉണ്ടാകാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ, മാസ് ഓഡിയൻസിനെ കാണുന്നതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു സ്പീച്ച് ബിന്ദു മാഡത്തിന് പറയാൻ ബിന്ദു മാം പെട്ടെന്ന് വിളിച്ചിട്ട് ഒരു സ്പീച്ച് പറയാൻ പറയുമ്പോൾ ബിന്ദു മാം എന്ത് പറയും? അയ്യോ അയ്യോ അതിപ്പോ അങ്ങനെ ഇതിപ്പോ എങ്ങനെ? കാരണം ബിന്ദു മാം സ്വാഭാവികമായിട്ട് നോക്കും 66 ആളുണ്ട്, ഈ 66 ആള് എന്നെ ഈ ശബ്ദം കേൾക്കാൻ പോകാണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് ഇത് സോഫ്റ്റ് ആക്കുന്നുണ്ട്, ഒന്ന് ലഘൂകരിക്കുന്നുണ്ട്. നമ്മളൊരു ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് പോകണം. ഈ ഈ വർക്ക്ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഔട്ട് റൂമിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസം ഓഡിറ്റോറിയത്തിന് ആളുകളുടെ മുന്നിൽ നമുക്ക് സംസാരിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതേസമയം കുഞ്ഞു ആളുകളുടെ മുന്നിൽ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല, അല്ലെ? ഒരു 2-3 ആള്, ഒരു 5-6 വലിയ പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ ഇനി നമ്മൾ ബ്രേക്ക്ഔട്ട് റൂമിന്റെ ഗ്രൂപ്പിന്റെ എണ്ണം കുറയ്ക്കും. അപ്പൊ ആളുകൾ കൂട്ടി പതിയെ നമ്മൾ മാറ്റം വരും. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ജേണിയാണ്. അതായത് നമ്മളിൽ ഒരു മാറ്റം വരണം, ആ തരത്തിലുള്ള ജേണിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്രേക്ക്ഔട്ട് റൂമിൽ പോകുന്നു. അവിടെ പോയിട്ട് എന്ത് സംസാരിക്കും? സ്വാഭാവികമായിട്ട് വാഴ 2 ആ ഒരു കണ്ടന്റ്, മൊബൈൽ ഫോൺ, അതിലത്തെ മെയിൻ പ്രശ്നം മൊബൈൽ ഫോൺ ആണല്ലോ. മൊബൈൽ ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും. ക്ലിയർ ആണല്ലോ? മൊബൈൽ ഫോണിന്റെ മൊബൈൽ ഫോണിന്റെ ഏറ്റവും വലിയ ഗുണമാണ്, ഇപ്പൊ എന്റെ ശബ്ദം നിങ്ങൾ ഓൾമോസ്റ്റ് കുറെ പേര് മൊബൈൽ ഫോണിൽ കയറിയിട്ടുള്ള ഗുണങ്ങളാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ദോഷങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ മാത്രമല്ല, അഡൽട്ടിനെ സംബന്ധിച്ചും. ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ 66 ആളുണ്ട്. ഞാനൊരു 10 ഗ്രൂപ്പ് അപ്പോൾ ഓരോരുത്തർക്ക് കൃത്യമായിട്ട് ഓരോ മിനിറ്റ് കിട്ടും. മൊബൈൽ ഫോണിന്റെ ഗുണങ്ങളും ദൂഷ്യങ്ങളും കണക്കാക്കുക. ഒരു ഗ്രൂപ്പ് ലീഡറും വേണം. അവർ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവരെ കൺട്രോൾ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ മുന്നിലെത്തുന്ന ഈ ഒരു ഗ്രൂപ്പില് ഒന്നും ചെയ്യണ്ട. ഇപ്പൊ ജോയിൻ എന്ന് പറയും, ഒരു ജോയിൻ ചെയ്താൽ മതി. ശ്രീ എന്നുള്ള ഐഡിയ ഉണ്ട്, അതെന്റെ സെക്കൻഡ് പാർട്ടാണ്. ഞാൻ ഒന്ന് നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ടും ഒന്ന് സ്ക്രീൻ ഷെയറിങ്ങിന് വേണ്ടിയിട്ടതാണ്. ആ ശ്രീനെ ഒന്ന് ഞാൻ മിണ്ടാൻ ശ്രമിക്കേണ്ട, ചിലപ്പോൾ ഞാൻ വേറെ എല്ലാ ഗ്രൂപ്പിലൊന്നും ഒന്നും എത്തിപ്പോയി വരില്ല. ഓക്കെ, അപ്പൊ ഞാനതിൽ അസെൻഡിങ് ലെറ്ററിൽ മീൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൾറെഡി എല്ലാവരും കയറി വരുന്നതാണ്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു വന്നു, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ജോയിൻ മാത്രം കൊടുത്താൽ മതി. തിരിച്ച് നിങ്ങളെ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് 60 സെക്കൻഡ് ഒരു കൗണ്ട് ഡൗൺ തരും. ആ 60 സെക്കൻഡ് കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും തിരിച്ചിങ്ങോട്ട് വരും. ആരെങ്കിലും എവിടെയെങ്കിലും വിൻസൻ സാറെ ഒന്ന് എവിടെയെങ്കിലും കടന്നു പോയിട്ട് നോക്കുക, അവരെന്ത് ചെയ്യുക, സെയിം നമ്മുടെ ലിങ്കിൽ ഓൾറെഡി ജോയിൻ ചെയ്ത ഈ ഗ്രൂപ്പിലെത്തും. ഞാൻ അവരെ ഒരു ഗ്രൂപ്പ് ഇട്ട് തരും. റെഡിയാണല്ലോ? അപ്പൊ നമ്മൾ ഗ്രൂപ്പിലേക്ക് പോകണേ. ഗ്രൂപ്പ് ലീഡർ വേണം. ആ ഗ്രൂപ്പ് ലീഡർ കംപ്ലീറ്റ് ആരും പെട്ടെന്ന് നമുക്ക് കാര്യം തീരുമാനിക്കണം. മൊബൈൽ ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും, അതാണ് ഇന്നത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്ന വിഷയം. ജസീമ റെഡി ആണല്ലോ? റെഡിയായി. ഓക്കെ, റൈറ്റ്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഓൾറെഡി ജോയിൻ കൊടുത്താൽ മതി. നിങ്ങൾ ജോയിൻ മാത്രം ചെയ്താൽ നിങ്ങൾ കയറിപ്പോകും. ഓൾറെഡി ജോയിൻ വന്നു. എല്ലാരും പോട്ടെ. ചർച്ച നടക്കട്ടെ കേട്ടോ. വേറെ ആരൊക്കെയാ വന്നേ? ഓക്കെ, ആദ്യം ഉസ്മാൻ സാർ ഉണ്ടല്ലോ, സാറ് തന്നെ ലീഡർ ആയിക്കോട്ടെ. ഉസ്മാൻ സാർ ഗുഡ് മോർണിംഗ്. ഇത് ഗുഡ് മോർണിംഗ്. എന്താ മൊബൈലിന്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്റെ കൂടപ്പറപ്പിനെ പോലെയാണ് ഞാൻ മൊബൈലിനെ കൊണ്ടു നടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മള് സന്തോഷവും സങ്കടവും എല്ലാം അതിലൂടെ ഇങ്ങനെ ഇതാക്കും. പ്രവാസിയാണല്ലോ, ഒറ്റക്കാണല്ലോ. 2 വർഷത്തോളം, ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ 3 മാസം അടുപ്പിച്ചിട്ട് ആ മൊബൈലായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ടാകുക. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതേ സ്വഭാവം അവിടെ എടുത്തു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അപ്പൊ തുടങ്ങും, ഒന്ന് അവിടെ മാറ്റി വെക്കും, ആകെ ഇങ്ങോട്ട് വരും. ഒരു 10 മിനിറ്റേരെങ്കിലും നേരത്തിലൊന്ന് ഞങ്ങളെ മുഖത്ത് നോക്കിയിട്ടൊന്നും നിങ്ങൾക്ക് ഇരുന്നു. പെട്ടെന്നൊരു സാധനത്തിന് നമ്മൾ ഹാബിറ്റായ കാര്യമാണുള്ളത്. അത് ഹാബിറ്റിനെ പോലെ തന്നെയാണ്. അതായത് സിഗരറ്റ്, മദ്യം, അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഈ മൊബൈലും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിനെ പെട്ടെന്നാണ് മാറ്റി വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. എങ്കിലും കുറേയൊക്കെ അങ്ങോട്ട് മാറ്റും. എന്നാലും കാണാം എവിടേക്ക് അങ്ങോട്ട് പരതിയിട്ട് കമ്പനിയിൽ നിന്ന്, കടയിൽ നിന്ന് ചിലപ്പോൾ ചെക്കന്മാർ വാട്സാപ്പിൽ എന്തെങ്കിലും വിട്ടുണ്ടോർത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നോക്കുന്നത് അടുത്ത റീൽസ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഈ സംഭവത്തിലേക്ക് പോകും. അതല്ലെങ്കിൽ ക്യാൻവ എഡിറ്റിങ്, ഇങ്ങനെയായിട്ട് ഇങ്ങനെ പോകും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 100% നേരങ്ങത്തിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഏറ്റവും വലിയൊരു ഉപകാരം തന്നെയാണ് ഈ കാലഘട്ടത്തില്. അതിന്റെ മറ്റൊരു ഭാഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
നമുക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് പല ചീറ്റിങ്ങും നടത്താൻ പറ്റും, പല ചീറ്റിങ്ങിലും പെടും ചെയ്യും. അതുപോലെ തന്നെ അതേപോലെ തന്നെ എല്ലാം പെടും അതിൽ. അങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് നേരങ്ങളിൽ ശ്രദ്ധിച്ചിട്ട് കുട്ടികളെ ചെറുപ്പം തന്നെ കൈ പിടിച്ചിട്ട് നമ്മൾ മദ്രസക്ക് സ്കൂളിൽ പോയി കൊണ്ടുപോകണമാതിരി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു കുട്ടിയായിട്ട് വരും. അതുപോലെ നമ്മള് മറ്റുള്ള കൂട്ടുകാരെ കുറേയൊക്കെ നമ്മള് വഴിതെറ്റി കിട്ടും. എന്റെ ഒരു അനുഭവത്തിലുള്ള സംഭവമാണ്. അതുപോലെ നമ്മൾ അവരങ്ങനെ ഒരു സംഭവത്തിലൂടെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ആ മക്കൾ വഴിതെറ്റുന്നവരെ നമ്മളും വഴിതെറ്റി പോകും. സാറേ ഒന്ന് ലീഡർ നിങ്ങള് ആകാൻ പറ്റുമോ സാറേ അവിടെ എങ്ങനെ? അവതരിപ്പിക്കാനായിട്ട്? അത് സാറിങ്ങനെ ഓരോരുത്തർ പടപട പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുക. പോയിന്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. അത് നിങ്ങൾ എഴുതി ഇല്ല വെച്ചാൽ മതി. സാറങ്ങ് അത് പറഞ്ഞാൽ മതി, നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ എഴുതി മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ പറഞ്ഞാൽ മതി. എന്താ വെച്ചാൽ ലീഡർ മൊബൈൽ എന്നെ സംബന്ധിച്ചിടത്തോളം 100% നല്ല തന്നെയാണ്. കുറെ ഓക്കെ സാർ. ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, കുറെ മറ്റുള്ളവരും കാര്യങ്ങൾ. സാർ മറ്റുള്ളവരും പറയട്ടെ സാർ, ആ സമയമില്ലല്ലോ. ഓക്കെ ശരി. ആരെങ്കിലുമൊക്കെ നെക്സ്റ്റ് പറയട്ടെ. അതന്നെയാണ്, ഓരോരുത്തർ പറയണം. പറഞ്ഞോളൂ. നെക്സ്റ്റ് ലിജിമോൾ പറയും, ലിജിമോൾ പറയും. നാച്ചില മാം പറഞ്ഞോളൂ. ഉസ്മാൻ പറഞ്ഞു. ഇല്ല, കേൾക്കണില്ല. ഇപ്പൊ പറഞ്ഞ കേൾക്കുന്നില്ലല്ലോ. കാര്യമില്ല. ഓർക്കാൻ പറയും. ഇതൊക്കെ നല്ല സൗണ്ട് ഉണ്ടല്ലോ. സൗണ്ട് കുറവാ. സ്പീക്ക് വിത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട്. സൗണ്ട് കുറവാന്നേ ഉള്ളൂ. സൗണ്ട് കുറവാ. എന്നാലും പോട്ടെ. സാറ് അങ്ങ് വന്നിട്ട് ചവിട്ടിപ്പൊളിച്ച് വെച്ചു കാര്യങ്ങൾ. ബാക്കിയുള്ളവരൊക്കെ ബാക്കിൽ നിൽക്കുക. പെട്ടെന്ന് പോട്ടെ. അത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, ചീത്ത രീതിയിലും ഉപയോഗിക്കാം. അതാണ് എനിക്ക് ഏറ്റവും നല്ല കുറച്ച് ഈ പറയുന്ന പോലെ തന്നെ എന്താണ് നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാം നമുക്കത് അതുപോലെ തന്നെ ബന്ധങ്ങൾ നശിപ്പിക്കാനും ഈ ഫോൺ തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് പുതിയ പുതിയ പഠനങ്ങളൊക്കെ ഇപ്പം ഓൺലൈനും മറ്റു പഠനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇപ്പൊ കുറെ ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ വഴി തന്നെ. അതുപോലെ തന്നെ കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും എന്താണ് സ്ക്രീൻ ടൈം ഇപ്പൊ വളരെ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്മൂത്തായിക്കൊണ്ടിരിക്കുന്ന പല പണികളും പെൻഡിങ്ങിലായിട്ട് എനിക്ക് തോന്നിക്കുന്നുണ്ട്. കാരണം ഇത് പാല് തിളച്ചു പോകുമ്പോൾ ഇത് ഇടക്കിടക്ക് നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ അതല്ല, അത് ഇപ്പൊ എല്ലാവരും ഒരു അഡിക്ഷനായിട്ട് മാറിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്താൽ നമുക്കത് കുറച്ചെടുക്കാൻ പറ്റും. നമ്മുടെ പോരായ്മ എന്താണ്, അല്ലെങ്കിൽ അതിനെ മാറ്റി വെക്കണം. ഇതല്ല മെയിൻ എന്നുള്ള, ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് എന്ന് മാത്രം നോക്കിയാൽ മതി. അടുത്ത പോയിന്റ് ആരെങ്കിലും പറഞ്ഞു? സാറേ ഞാനൊരു കാര്യം പറയാം. ഞാൻ വിശ്വനാഥൻ, ഞാൻ എൻ്റെ മകൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന അവിടെ ചെന്ന് ഇന്നലെ PTA മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമാണ് നെവർ യൂസ് മൊബൈൽ. കുട്ടികളുടെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ അത്യാവശ്യമാണ്, അവർക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. 16, 17, 18, 19 വയസ്സ് ക്ലാസ്സിലെ പാഠത്തിലെ പ്രായമുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. പക്ഷെ അത് ഉപയോഗിക്കേണ്ട എന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞ് സാറ് പറഞ്ഞ ഇങ്ങനെയാണ്. പരീക്ഷയ്ക്കായിട്ട് കുട്ടികൾക്ക് മൊബൈൽ അനുവദിച്ചു. ആ സമയത്ത് അവൻ പരീക്ഷയുടെ തലേ ദിവസവും റീല് നോക്കിക്കൊണ്ടിരുന്നു, അതുകൊണ്ട് മാറ്റി. പിന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള ബന്ധത്തിനും പോക്കുവരവിനും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിന് തന്നെ വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായി എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. അപ്പൊ ദുരുപയോഗത്തിൽ കുട്ടികളുടെ പഠന മേഖലയിൽ പോലും ഈ ടീനേജ് കാലഘട്ടത്തിൽ കുട്ടികൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം കുട്ടികൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ യൂണിറ്റിൽ നിന്നും അത് മാറ്റേണ്ടിയായിട്ട് വന്നത്. അപ്പൊ കുട്ടികൾ മാത്രമല്ല, വീട്ടില് മുഖത്ത് നോക്കി സംസാരിച്ചുകൊണ്ടിരുന്ന ഭാര്യ ഇപ്പൊ മൊബൈലിൽ നോക്കി സംസാരിക്കുന്നു. അപ്പൊ അതൊരു വളരെ വൈകാരികമായ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സമയവും മൊബൈലിൽ തോണ്ടിയിരിക്കുമ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഗൂഗിൾ, സൂം മീറ്റ് പോലുള്ള പരിപാടികളിലൊക്കെ നമുക്ക് ബന്ധപ്പെടുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആകുവാനും തക്ക വിധത്തിൽ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ലയോ പാപ്പ പറഞ്ഞിരിക്കുന്ന AI യുഗത്തിന്റെ ഡിജിറ്റലിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുവാനും അത് നമ്മെ അടിമയാക്കുവാനല്ല, മറിച്ച് അതൊരു ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടിപൊളി അടിപൊളി. ഞാൻ പറയാം സാറേ. ഷെമീദ പറയൂ. ഷെമി ആരത് ഇടയ്ക്ക് പുതിയ സാറ് മുതലാളി വന്നിട്ടുണ്ടോ? അല്ല, ലിജി മാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ. ലിജി പറഞ്ഞോളൂ. മാം പറഞ്ഞോളൂ. ഷെമീറ പറഞ്ഞോളൂ. അരമണിക്കൂർ ഉണ്ടാവില്ലേ റൂമിന്റെ ടൈം? പറഞ്ഞോളൂ ഷെമി മാം. അല്ല 10 മണി വരെ ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ പറയാം. മൊബൈൽ പറഞ്ഞോളൂ. ഫോൺ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതേസമയം ഈ കുട്ടികളുടെ കൈവശം ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ചരടില്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റി പോകും. മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കാം, അവർക്ക് ആ മാധ്യമം നല്ലതാണ്. പക്ഷെ അത് നമ്മളൊരു ഹോളിൽ വെച്ചിട്ട് നമ്മളുടെ രക്ഷിതാക്കൾ കാണത്തക്ക രൂപത്തിലായിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. കുട്ടികൾ എന്തുപയോഗിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ അവർക്കും ഇത് ധാരാളം പ്രയോജനപ്രദമാകും.
അതേ സമയത്ത് വീടുകളിൽ വരുന്ന പ്രശ്നങ്ങള് ഭർത്താവ് ഒരു സ്ഥലത്ത് ഫോണുമായിട്ട്, ഭാര്യ വേറെ, കുട്ടികൾ വേറെ. അപ്പൊ ഈ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട്, അതായത് കുടുംബത്തിന്റെ ബദ്ധതയ്ക്ക് കോട്ടം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഷമീല പറഞ്ഞോളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇനി ഒരു കോഫി ടോക്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു മൊബൈലിലൂടെയാണ് ഞാൻ കോഫി ടോക്കിൽ എത്തിയത്. അപ്പോൾ ലൈഫിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ളൂ. ഇപ്പൊ നമ്മളെ കോഫി ടോക്ക് പോലെയല്ല, ഓരോ ദിവസം നമുക്ക് ഒരുപാട് പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ ഇപ്പോൾ ഫാമിലിയിൽ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് 2 മോനാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും തമ്മിലുള്ള സംസാരങ്ങളൊക്കെ കുറെ കുറയുന്നതും വലിയ 21 വയസ്സും 17 വയസ്സുമായ ആളുകളാണ്. അധിക സമയം അവർ വീട്ടിൽ വരുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്തതോടെ തമ്മിലുള്ള സംസാരങ്ങൾ കുറെ കുറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളെ പോലെ തല്ലിയിട്ട് എടുത്തു വെക്കുക എന്ന് പറയുന്ന പ്രായം കഴിയുകയും ചെയ്ത്, എന്നാൽ സ്വയം അവർ മനസ്സിലാക്കിയിട്ട് മാറ്റി വെക്കേണ്ട ഒരു സമയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മൊബൈലിനോടുള്ള ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ ബിസിനസ്സിലാണെങ്കിലും എൻ്റെ പേഴ്സണാലിറ്റിയിലാണെന്നുണ്ടെങ്കിലും എൻ്റെ ലൈഫിലും ഒരുപാട് നല്ല കാര്യങ്ങളെ ഈ ഫോണിലൂടെ ഉണ്ടായിട്ടുള്ളൂ. ഉസ്മാൻ സാറെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തേക്കണേ. നമ്മളിപ്പോ ഈ സോഷ്യൽ പറഞ്ഞോളെ. മീഡിയാസിലാണല്ലോ നമ്മൾ ഈ ഫണ്ടൊക്കെ രൂപീകരിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഈ ഒരു സമയത്ത് തന്നെ, പണ്ടില്ലായിരുന്നു. ഇപ്പൊ ഫോൺ ചാരിറ്റികൾ കംപ്ലീറ്റ് നടക്കുന്ന കാര്യം തന്നെയാണിത്. ഇപ്പൊ നമ്മുടെ സ്പീക്ക് വിത്ത് കോൺട്രാക്ട് ഒരു ഗ്രൂപ്പ് പോലും നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തതൊക്കെ ഇതുകൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലത്തുള്ള ആൾക്കാരെയൊക്കെ ഒക്കെ സാധിച്ചത്. മക്കളെ നമ്മള് എന്റെ ഒരു കാഴ്ചപ്പാടില് മക്കളെ നമ്മള് കുറ്റം പറയാനൊന്നുമില്ല. അത് കൊറോണ വന്നപ്പോഴേക്കും അവർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കാതിരുന്നപ്പോ ലോൺ എടുത്ത് വാങ്ങിക്കൊടുത്തു. അങ്ങനെ അതും കിട്ടായിരുന്നപ്പോ ചാരിറ്റിക്കാരായിട്ട് നമ്മള് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മളായിട്ട് അവരെ പഠിപ്പിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് താന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. നമ്മുടെ കയ്യിലുള്ള ചരട് വിട്ടുകൊടുക്കാതിരുന്നാ മതി. ഇതെങ്ങനെ മനസ്സിലായോ? ഇത് നമ്മൾ അവരെ ടൈറ്റ് ആക്കുമ്പോഴാണ് എന്ത് വരുന്നത്, അവർക്കൊരു കൗതുകം വരും. അപ്പൊ എന്താണത്? അതായത് നമ്മൾ കള്ളു കുടിക്കണ്ട പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്മാർക്ക് ഒരു ചിന്ത വരും, കുടിച്ച എന്താ. അപ്പൊ 4-5 ആൾക്കാർ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോ നോക്കി കണ്ട കുടിക്കുന്നത്. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഇതുണ്ട്. പക്ഷെ എല്ലാരും പറയും, ഞാൻ കണ്ടാണ് കുട്ടികളെ കുറ്റം പറയുന്നതാണ്. നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിച്ചതാണ്. ഫുള്ള് കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചതാണ്. പുറത്തുനിന്ന് ഒരാളും പഠിപ്പിച്ചതല്ല. ലോൺ എടുത്തിട്ടൊക്കെ ചാരിറ്റിക്കാരായിട്ടും മറ്റു കൊറോണ സമയത്ത് അങ്ങനെ ആയിരുന്നു. അവർക്ക് വരുന്ന ക്ലാസ്സുകൾ അതിലായിരുന്നു. 1-2 വർഷം ഈ ശ്രീസാറിനായിട്ട് ചില്ലറ അടങ്ങായിരുന്നല്ലോ. എത്ര എളുപ്പമുണ്ട് തിരിച്ചു പോകാൻ സമയമായി സാർ. എന്നാണ് പിന്നെ സാറേ തകർത്തോണേ സാറേ, ഗ്രൂപ്പ് തകർത്തോണേ. നമ്പർ 3 ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുണ്ടല്ലോ, നിങ്ങളുണ്ടാവും പിന്നെ പേടിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. ഇതിപ്പോ പുറഞ്ചാടുന്ന് തോന്നണത്. ലിജിമ ഇതടിച്ചിട്ട് പോയി, ആവേശാണ്, നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പോയി. ലാസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ ഒറ്റക്കാവോ? യെസ് ബോസ്. മാങ്ക പ്രപ്പം ലിമ. ഓക്കെ, കച്ചവടം നടക്കണ്ട ഇതിന്റെ ഇടയില്. അല്ല, ഇനി എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചു വരുമോ? മെസ്സേജ് വരുമോ ഇനി? മെസ്സേജ് തിരിച്ചു വരും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് മൂപ്പര് കട്ടായിക്കോളും. സെക്കൻഡ് വരുമ്പോ അങ്ങനെ വരും. ആരെങ്കിലും എവിടെയെങ്കിലും തങ്ങിയിട്ടുണ്ടോ നോക്കാൻ വരും. അതന്നെയാണ് ലിമ. ഇതാ ശ്രീസാർ പറയും. നിങ്ങൾ ഇതിലേക്കാണെങ്കിൽ എങ്ങനെ ചെയർമാനെ ആരോ ഹാക്ക് ചെയ്ത് കൊണ്ടുപോയി. എല്ലാരും 53 ആളല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ എവിടെ? ചെയർമാനെ ആരും ഹാക്ക് ചെയ്തിട്ടില്ല. നമ്മളെ ട്രെയിനറെ ഹാക്ക് ചെയ്തോന്നൊരു സംശയമുണ്ട്. 13 പേര് എവിടെ പോയി? റൂമിൽ കുടുങ്ങിയാണ്. ഇയാള് ഡിസ്റ്റർബ് ചെയ്യണേ, ആവശ്യമില്ലാതെ റൂമിൽ കയറുന്നുണ്ട്. നടക്കാൻ നല്ല പരിപാടിയല്ല. അവര് മൊബൈൽ എടുക്കാൻ പോയതാണ്. പുതിയ മൊബൈൽ വാങ്ങാൻ പോയതാണ്. സാറേ, അവര് ബാക്ക് ക്ലിക്ക് ചെയ്ത് കാണത്തില്ല, അതുകൊണ്ടാണ്. എല്ലാവരും ഗ്രൂപ്പിലും എത്ര ആളുണ്ടായിരുന്നു? 5 പേരൊക്കെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ 2 ആള് മാത്രം ഉണ്ടായിരുന്നു ഒരു ഗ്രൂപ്പില്. ആരായിരുന്നു നിർഭാഗ്യവാൻ ഓർ ഭാഗ്യവാൻ? നിർഭാഗ്യമല്ല, ഞങ്ങൾക്ക് തന്നെ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് മൊബൈൽ ഫോണിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചും ഗുണവശങ്ങളെ കുറിച്ചും വായി തോരാതെ നിർഗളം സംസാരിക്കാൻ പറ്റിയത് ഞങ്ങൾ പോസിറ്റീവായി എടുക്കുന്നു. ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നെന്നും കൂടെ പറയുക, എന്നിട്ട് ഞങ്ങളും കൂടെ തീരുമാനിക്കാം. കൂടെ ഉണ്ടായിരുന്നത് കേരളത്തിന്റെ സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോഡിന്റെയും കണ്ണൂരിന്റെയും ബോർഡർ പങ്കിടുന്ന ആ മനോഹരമായ സ്ഥലത്ത് വിനോദ് കുമാർ,
വിനോദ് കുമാർ എന്റെ കൂടെ ഓ എന്റെ ശ്രവണ സുഭഗവും മധുര മനോഹരമായ ശബ്ദം കേൾക്കാൻ എന്റെ പാർട്ണറായി എനിക്ക് കിട്ടി. അദ്ദേഹമാണ് ലീഡർ, ഒന്ന് അദ്ദേഹം ലീഡ് ചെയ്യും. രക്ഷപ്പെട്ടു മനോജ് ചേട്ടാ. ഔ വേറെ ആരെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഓക്കെ, അടിപൊളി. വിളംബരത്തിന്റെ ആ ഒരു ആത്മരോധനം ഞാൻ കേൾക്കുന്നുണ്ട്. ആ റൂമിൽ 2 പേരുണ്ടായിരുന്നു, ഞാൻ കാണുന്നുണ്ട്. ആ റൂമിലേക്ക് കുറെ പേരെ ഞാൻ കയറ്റിവിടാൻ നോക്കി, കേറുന്നില്ല. ഇനി ആ റൂമിൽ ഇന്ന ആളുകൾ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കുറെ പേര് അതിലേക്ക് കയറി ശ്രമിക്കും. ചിലർ ആണ് വിടുന്നില്ല, വിടുന്നില്ല. ഓക്കെ, റൈറ്റ്. ഏകദേശം 56 പേര് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചിലപ്പം എന്തെങ്കിലും തിരക്കുണ്ടായി കാണും. അതോടൊപ്പം തന്നെ എന്തുണ്ടായി കാണും, ചിലപ്പോൾ ടെക്നിക്കൽ എന്തെങ്കിലും സ്കില്ലിന്റെ ഒരു കുറവുണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ പഠിക്കണം. ഈ സീരീസ് കഴിയുമ്പോൾ ഓൾറെഡി ബ്രേക്ക് റൂം ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിക്കാം. അത് നമ്മളും ഇനി കുറച്ച് കഴിഞ്ഞാൽ ബന്ധും എവിടെയൊക്കെ പോയി തകർക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഏതായാലും ഞാൻ മുന്നേ കാണിച്ചു തന്ന സ്ലൈഡിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഓവർകം ചെയ്തു. അത് ഓവർകം ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് കാര്യം. അതായത് ഇതൊക്കെ ആണ് എൻ്റെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്തു, ഏകദേശം ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നങ്ങൾ നമ്മൾ മുന്നോട്ട് വിളിക്കുമ്പോൾ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്തു. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു ഒരു വന്നിട്ടുണ്ടേ, ഒരു ഷെയർ ചെയ്ത് വന്നിട്ടുണ്ടേ ഒരു സ്ലൈഡ്. അതിലുണ്ടായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. ആ കാര്യങ്ങൾ നമ്മൾ ഓവർകം ചെയ്യാനും നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇന്ന് ഞാൻ കൂടുതൽ ആളുകൾ വിളിക്കുന്നില്ല. കാരണം നമുക്ക് സമയത്തിന്റെ ആ ഒരു അതിക്രമം കാരണം എന്ത് ചെയ്തു, ആ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഏതായാലും നല്ലൊരു ഗ്രൂപ്പായി കാണും. അടുത്ത ആഴ്ച വീണ്ടും ഗ്രൂപ്പിനെ മാറും. ചിലർ എനിക്ക് ഈ ഗ്രൂപ്പിനെ കിട്ടിയാൽ മതി, നമ്മുടെ ഉസ്മാൻജിയൊക്കെ വിചാരിക്കും ഈ ഗ്രൂപ്പിനെ എനിക്ക് കിട്ടിയാൽ മതി. ഒരു രക്ഷയില്ല, അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഗ്രൂപ്പ് ചിലപ്പോൾ മേ ബി മാറിയിരിക്കാം. അങ്ങനെ എല്ലാവരും തമ്മിൽ എൻ്റെ ഉദ്ദേശം ഒറ്റയുള്ളൂ, ഈ 60-ൽ പരം ആളുകളെ നമുക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ, 1 മിനിറ്റ് സംസാരിക്കാൻ 60 മിനിറ്റ് വേണം, ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചു എല്ലാവരും മാറ്റി വെച്ചു. അപ്പൊ എല്ലാവരും പ്രാർത്ഥന ഈ ഗ്രൂപ്പിൽ ആദ്യം കിട്ടണേ. ഇപ്പൊ വിളംബരം പ്രാർത്ഥിക്കാൻ എന്താ ഈ ഗ്രൂപ്പിൽ കുടുക്കിയതാണ് അല്ലേ? വിളംബരത്തിന് കുടുക്കിയതാണ് സെപ്പറേറ്റ് ആക്കിയിട്ടത്. എന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ഔട്ടായി സാറേ. ആണോ? ആ, അബ്ദുൾ ജബ്ബാർ സാർ. അദ്ദേഹത്തിന് എന്തോ അവിടെ നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ആണോ? അല്ലാതെ നിങ്ങളുടെ ഒന്നും കയ്യിലിരിപ്പോണ്ടല്ല പോയത്, നെറ്റ് പ്രശ്നം കൊണ്ടാണ്. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം. ഏതായാലും കുറെ പേര് തിരിച്ചു വന്നല്ലോ. വിനോദ് സാർ ഉൾപ്പെടെയുള്ള, വിനോദ് സാറും വിളംബരം കൂടിയാണ് ഭയങ്കര കത്തിവെപ്പായിരുന്നു. ഞാൻ നോക്കും ഇവിടെ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഭയങ്കര കത്തിവെപ്പായിരുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ കാലിന് മുന്നിൽ കാണുന്ന ആ ഒരു സ്ക്രീനിലെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പുറം പോയിട്ട് നമ്മൾ ഓവർകം ചെയ്യാൻ പഠിച്ചു. ഇന്ന് ശരീരം കാണിക്കുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അവിടെ വെച്ച് എല്ലാവരും തകർക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ 4 പേരെ വന്നുള്ളൂ. 4 പേരെ വന്നുള്ളൂ. അടുത്ത ആഴ്ച തരാം മാഡം. ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ. അടുത്ത ആഴ്ച തീർച്ചയായിട്ടും ഞാനൊരു 5-6 ആളെ തരാം. പോരട്ടെ? പോരല്ലേ ഗേമ? അടുത്ത ആഴ്ച തരാം. അടുത്ത ആഴ്ച പരിഹരിക്കാം. സമയമുണ്ടല്ലോ നമുക്ക്, എവിടെയും പോകുന്നില്ല നമ്മൾ. ഓക്കെ, മാഡം മ്യൂട്ടാണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ എന്ത് ചെയ്തു, ഇന്നത്തെ ചെയർമാന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. ചെയർമാൻ ഈ ഒരു സെഷനിൽ മുന്നേ സൂചിപ്പിച്ചു, ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കർ തന്റെ മുന്നിലുള്ള ഓഡിയൻസിൽ എന്ത് വേണം, കേൾവിക്കാരിൽ ഒരു കമ്പവും ഇമ്പവും ഉണ്ടാക്കിയാൽ പോരാ, മറിച്ച് എന്തായിരിക്കണം എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? യെസ് യെസ്, അതാരാ പറഞ്ഞത്? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത് ആരാ? ഞാനാ പറയാ. യെസ്, അമ്പിളിമേ. ഓക്കെ, താങ്ക് യു. അതായത് നമ്മൾ സെഷൻ എടുത്തു കഴിഞ്ഞുണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. നമ്മുടെ സെഷൻ അവിടെ നിന്ന് കയറി ഇറങ്ങി തിരിച്ചു വരുമ്പോൾ ഇപ്പൊ 100 ആളുടെ സെഷൻ വിചാരിക്കാം. 100 ആൾക്കും ഒരിക്കലും ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കയറുന്നവർ 2 മൈൻഡ് സെറ്റിലായിരിക്കുന്നത്. ഒന്ന് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റേത് ട്രെയിനർ അളക്കാൻ വേണ്ടിയിട്ട്. ആ ചെങ്ങാതി അങ്ങനെ പറഞ്ഞാൽ ഞാൻ മനസ്സിലായി, പിന്നെ ഞാൻ എത്ര കാലം ഇതിന് ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്താ, എന്നിട്ടും ഞാൻ മാറില്ല. അങ്ങനെ ട്രെയിനർ അളക്കാൻ വേണ്ടിയിരിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടാവും ഏതൊരു കാര്യത്തിലും. ഇപ്പൊ ഏതൊരു ഫ്ലോറിലും ഉണ്ടാവും. നമ്മുടെ ഫ്ലോറിലല്ല, മറിച്ച് മറ്റുള്ള ഒരുപാട് ഫ്ലോർ. നമ്മളിതിൽ ഒരു 900 അടുത്ത ദിവസങ്ങളായില്ലേ. അപ്പൊ നാളെ 900 സംഭവിക്കും. ട്രെയിനർ അളക്കാൻ വേണ്ടിയിരിക്കും. അയാൾ എന്താ പറയുന്നത് അതിനെക്കുറിച്ച് തന്നെ വിശകലനം ചെയ്ത് നമ്മൾ ആക്സെപ്റ്റബിൾ മൈൻഡ് അല്ല, ആ രീതിയിലിരിക്കും. പക്ഷെ ഒരു ട്രെയിനിങ് എടുത്തുകൊണ്ട് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി കഴിയുമ്പോഴാണ് ട്രെയിനിങ് വിജയിക്കുന്നത്. അത് അവരെ പ്രവൃത്തി തലത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ഉണ്ട്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇത് വീഡിയോ എടുത്ത ആള് ഞാൻ ഈ ലൈനിൽ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഇത് ഒരാളുടെ വോയിസ് ഞാൻ കടമെടുത്തിരിക്കുകയാണ്. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് അറിയുന്നുണ്ട്.
ഓക്കെ, അവരെ മുന്നിൽ വെച്ച് കാണിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു സ്വീകാര്യത കൂടുക അല്ലേ? അപ്പോൾ ഇപ്പൊ വന്ന ഈ ഒരു സ്ലൈഡ് ഒന്ന് കേൾക്കാവേ. റൈറ്റ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇന്നത്തെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതിനുവേണ്ടി ഡ്രൈവറുടെ അടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേരുകയുണ്ടായി. അതിന് കാരണഭൂതനായത് ആരാന്നറിയോ? നമ്മുടെ സാക്ഷാൽ ശ്രീജിത്ത് സാറാണ്. അദ്ദേഹം ഇന്നലെ പോസിറ്റീവ് കമ്മ്യൂണിന്റെ പയ്യന്നൂർ ചാപ്റ്ററിൽ ഒരു ക്ലാസ് എടുത്തിരുന്നു, പൂക്കി. അപ്പൊ അതിന്റെ കൗതുകം കൊണ്ട് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് അതിൽ കയറുകയുണ്ടായി. അപ്പൊ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, 4 വീലർ ലൈസൻസ് എടുക്കാൻ ഏറ്റവും കുറഞ്ഞ പ്രായം ഏതാണെന്ന്. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു 20 എന്ന്. അപ്പൊ 18 അത് ഞാൻ അത്ര ഓർത്തില്ല. ഞാൻ വിചാരിച്ചു 20 വയസ്സൊക്കെ ആവണ്ടേന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോ കോഴിക്കോട്ടുകാർക്ക് അങ്ങനെ ആയിരിക്കില്ലേ എന്നൊരു ചോദ്യം തിരിച്ചെനിക്കും കിട്ടി. വയറു നിറഞ്ഞു, തൃപ്തിയായി. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഓ ഇതുപോലും അറിയില്ലേ എനിക്ക്. പിന്നെ അതോടൊപ്പം മറ്റു പല ചോദ്യങ്ങളും ഉണ്ട്. എങ്ങനെയാ വന്നത്? വണ്ടി എടുത്തിട്ടാണ് വന്നത്? അല്ല, ഞാൻ ഹസ്ബൻഡ് കൊണ്ടുവിട്ടതാണ്, ഞാൻ പുറകിലിരുന്ന് വന്നതാണ്. ഇതൊക്കെയാണ് സ്ഥിരം പല്ലവി. അപ്പൊ എനിക്ക് തോന്നി, ഇങ്ങനെ ആയാൽ പറ്റില്ല, ഒന്ന് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുത്ത് പോകണ്ടേ. ഇനി എത്ര നാളും, ഇനിയും ജീവിതം ഒരുപാട് മുന്നോട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തായാലും നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തിപ്പിൽ വരുത്തണം. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ നല്ലൊരു തീരുമാനം എടുത്തു. എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും വേണ്ടില്ല, ഡ്രൈവിംഗ് പഠിച്ചേ മതിയാവും. അപ്പൊ അതിനിന്ന് പോയിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി വരുന്ന ആളുകൾ എന്തൊക്കെ സംഭവിക്കാന്ന് അറിയില്ല. എന്തായാലും അതിന് കാരണഭൂതനായ ശ്രീ സാറിന് വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഇന്നത്തെ സന്തോഷം എന്നുള്ളത് ഇതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇപ്പം നമ്മൾ കേട്ടത് ജിഷ മാഡത്തിന്റെ ഒരു വോയിസ് ആണ്. ഇതിന്റെ ഈ ഒരു സെഷനിൽ നമ്മൾ ഓൾറെഡി ഒരു വർക്ക്ഷോപ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. ആ വർക്ക്ഷോപ്പിൽ എന്നൊരു വോയിസ് ഞാൻ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്തതിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജിഷ മാം ലൈനിലുണ്ടോ? ജിഷ മാം? സാർ, ഓക്കെ, വളരെയധികം സന്തോഷം. എന്നെ മെൻഷൻ ചെയ്തുകൊണ്ടായാലും വളരെയധികം സന്തോഷം. ഓക്കെ. അപ്പൊ ഈ വോയിസ് എങ്ങനെ കിട്ടിയ? സ്വാഭാവികമായിട്ടും ഇപ്പോ വിനോദ് സാറൊക്കെ ചിന്തിക്കും ഈ വോയിസ് എവിടുന്ന് കിട്ടിയെന്ന്. വേറെ ഒന്നല്ല, ഈ ഒരു നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ സമയമല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഒരിക്കലും ആളുകളുടെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ സംഭവിക്കില്ല. അപ്പൊ ഇതിന്റെ ഒരു ഉപോൽപ്പന്നമായിട്ട്, അതായത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതില് കേട്ടിരിക്കുന്ന കുറച്ച് ആക്റ്റീവായ ആളുകളാണ് നമുക്കുള്ളതായാലും. ആക്റ്റീവ് ഡെയിലി അതിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. മീൻസ് ഒരുപാട് ടാസ്ക് കൊടുത്തിട്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് വന്ന ഒരു വോയിസ് ആണ് കടമെടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഷെയർ ചെയ്തത്. വൺസ് അഗൈൻ ജിഷ മാൻ, താങ്ക് യു. ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, ഒരു ട്രെയിനിങ് കൊണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിന് മാറ്റം വരണം. അതല്ലെങ്കിൽ പിന്നെ ട്രെയിനർ മാത്രം മാറിയിട്ട് കാര്യമില്ല, തന്റെ മുന്നിലുള്ള ഓഡിയൻസിൽ മാറ്റം വരണം എന്നാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന വാക്കുകൊണ്ട് മനോജ് സാർ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ അമ്പിളിമയും അത് റിപ്പീറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ നിർത്താം. സ്പീക്ക് വിത്ത് കോൺഫിഡൻസിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് നമ്മുടെ ഉസ്മാൻജി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ആ ഒരു വർക്ക്ഷോപ്പിൽ പ്രത്യേകിച്ച് എടുത്ത് പറയട്ടെ, അത് കേൾവിക്കാർ നമുക്ക് പറ്റില്ല. താല്പര്യമല്ല, നിർബന്ധമായിട്ടും അത് ആ ടാസ്ക് ഏറ്റെടുക്കണം. അതായത് വെറുതെ ഒരു ടൈം പാസ് ആയിട്ട് അതിൽ വരണ്ട ആരും. അതങ്ങനെ പറയും സാർ. എന്താ വെച്ചാല് റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ ഇത്രയും ദിവസം അവർ ആക്റ്റീവ് ആയവർ പിന്നെ ഇതാവും. അപ്പൊ അത് പറയാം. പൂർണ്ണമായിട്ടും അമ്പിളിമേ ഒന്ന് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക അതിന്റെ. ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് പോകും. പോകുന്നതിനെക്കാട്ടി മുന്നേ പറയട്ടെ, അതിൽ കയറി പണിയെടുക്കണം. അല്ലാതെ ലിങ്ക് മറ്റുള്ളവർ സംസാരിക്കണം, ഞാൻ കേട്ടിരിക്കുക, മറ്റുള്ളവർ പലരും ചെയ്തിട്ട് അങ്ങനെ പറ്റില്ല. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് ആ ലിങ്കാണ് എല്ലാ ദിവസവും ഉള്ള ടാസ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ചെയ്ത് എല്ലാവരും ആ രീതിയിൽ പോകുന്നു. അതിലൊരു കണ്ണിയാണ് നമ്മുടെ ജിഷ മാം. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഹാൻഡ് ഓവർ ടു ടുഡേസ് ചെയർമാൻ മനു സാർ. താങ്ക് യു സോ മച്ച്.
താങ്ക് യു ശ്രീ സാർ. ഒരു അടിപൊളി സെഷൻ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഒരു EPSന്റെ ഒരു മിനിയേച്ചർ രൂപമാണെന്ന് നമ്മൾ കണ്ടത്. ഇത് 5ാമത്തെ സെഷനാണ്. അതുപോലെ തന്നെ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് അതിലുണ്ട്. എല്ലാ ടാസ്കുകളും വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് എല്ലാ ദിവസവും അവർ ആ ടാസ്ക് കണ്ടെത്തുകയാണ്. അതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരികയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. നമുക്ക് സംസാരിക്കാനുള്ളൊരു പേടി മാറ്റാൻ അത് എന്തായാലും സഹായിക്കും. നേരത്തെ ശ്രീ സാർ പറഞ്ഞ പോലെ ലോകത്തെ ഏറ്റവും പേടിയുള്ളത് സ്റ്റേജിൽ കയറാനാണ്. മരണത്തിന് ഉള്ള ഭയം അതിനുശേഷം വരുന്നുള്ളൂ എന്ന് പറയുന്നത്. പേടി, സ്റ്റേജിൽ കയറാനുള്ള പേടി എല്ലാവർക്കും ഉണ്ട്. അത് എത്ര സംസാരിക്കുന്ന ആളായാലും ആ ഒരു പേടി കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ആ പേടി മാറ്റണമെങ്കിൽ സ്റ്റേജിൽ കയറണം, ഇതുപോലെ സംസാരിക്കണം. പിന്നെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു ടൈം ഉപയോഗിക്കുന്നുണ്ട്. ട്രെയിനിങ്ങിലാണ് അത് ഉപയോഗിക്കുന്നത്. അത് സ്പീക്കേഴ്സിന് എല്ലാവർക്കും അറിയണം എന്നില്ല. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പരിശീലനത്തിന്റെ അല്ലെങ്കിൽ ഒരു സെഷന്റെ അവസാനം പഠിതാവ് എന്ത് അറിഞ്ഞിരിക്കണം, എന്ത് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ എന്ത് മാറ്റം കൈവരിക്കണം എന്ന് വ്യക്തമാക്കുന്ന ഒരു ലക്ഷ്യം. അതാണ് അത്. ആ ഒരു ട്രെയിനിങ് പോകുമ്പോൾ ശ്രീ സാർ ആയാലും അത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണം എവിടെ പോയാലും. അതിനുശേഷം അവിടുത്തെ പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ ഇല്ലയെന്നോ ആ ഒരു സെഷൻ കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ IO എന്നൊരു സംഭവം 100% മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നല്ലൊരു ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണം. മീറ്റിംഗിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ചാറ്റ് ബോക്സിലുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ശ്രീ സാർ എന്ന് പറഞ്ഞ പോലെ പണിയെടുക്കാതെ വെറുതെ ജിമ്മിൽ പോയിട്ട് കാശ് കൊണ്ടു കൊടുത്താലൊന്നും നമുക്ക് ബോഡി ഉണ്ടാക്കാൻ പറ്റില്ല. അവിടുത്തെ പോയി വർക്കൗട്ട് തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. എന്തായാലും ഓപ്പൺ ഫോർ ഫീഡ്ബാക്ക്.